Amen. Hallelujah. Praise God. പ്രാർത്ഥിക്കാം. സ്തോത്രം. Hallelujah. Thank you, Jesus. Thank you, Father. ഒരു മിനിറ്റ്. Hallelujah. എല്ലാവരും വാ തുറന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. റബല റഗബദീന മദിരബല റഗബജനമ ഉദരഗബദീന മദിരബല റഗബജനയോ അന്തിരബഗദീന മദിരബല റഗബജനമ സണ്ടരഗബദീന മദിരബല റഗബജനമ സഗരബദീന മദിരബല റഗബജനമ ഉദരഗബദീന മദിരബല റഗബജനമ. പരിശുദ്ധ ആത്മാവേ, അങ്ങയുടെ സാന്നിധ്യം ഹല്ലേലൂയ ഞങ്ങളുടെ മധ്യേ ഉള്ളതിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ വ്യാപാരം ഞങ്ങൾ ഓരോരുത്തരും സ്പർശിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ ശക്തി മുഴുവനും ഹല്ലേലൂയ ഇറങ്ങി ഹല്ലേലൂയ കർത്താവേ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അധരങ്ങൾ ചലിക്കുമ്പോൾ ഇപ്പോൾ ഒരു ശക്തി വ്യാപരിക്കുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. താങ്ക് യു ജീസസ്. താങ്ക് യു ഫാദർ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവേ, ആമേൻ. ഞങ്ങൾക്ക് മുണ്ടായിരിക്കുന്ന ഈ കുറച്ച് സമയം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം യാവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കഴിഞ്ഞ ആഴ്ച ആമേൻ. പ്രൈസ് ഗോഡ്. നമ്പേഴ്സ് ചാപ്റ്റർ 6 ഫ്രം വേഴ്സ് 24 to 26 ഈ വചനം ഞാൻ ഓർക്കുന്നു. ഏബിൾ റേച്ചലിനും ആമേൻ. പ്രൈസ് ഗോഡ് അവരുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് NCFIയുടെ ചർച്ചിൻ്റെ ഒരു വേർഡ്സ് ആയിരുന്നു അവർക്ക് ബ്ലെസ്സിങ് ചെയ്ത് പറഞ്ഞത്. ദ ലോർഡ് ബ്ലെസ് ദി. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് നമ്മെ കാക്കുമാറാകട്ടെ. കർത്താവ് തൻ്റെ തിരുമുഖം നമ്മളിൽ പ്രകാശിച്ച് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. കർത്താവ് തൻ്റെ മുഖം നമ്മിൽ പ്രകാശിച്ച് അവൻ നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ എന്ന് വായിക്കുവാനിടയായി. പ്രൈസ് ഗോഡ്. ദൈവം നമുക്ക് നമ്മെ അനുഗ്രഹിച്ച് അവൻ നമ്മെ കാക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുവാനിടയായി എങ്ങനെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. അവൻ്റെ 25ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ നമുക്ക് കൃപ നൽകുമാറാകട്ടെ. കൃപ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നു, അവൻ്റെ സമാധാനം നൽകി നമ്മെ കാക്കുന്നു. പക്ഷെ കൃപയും സമാധാനം എങ്ങനെ ലഭിക്കുന്നത്? 25-26ാമത്തെ വാക്യത്തിൽ അവൻ തിരുമുഖം നമ്മുടെ പ്രകാശിക്കുമാറാകുന്നു. അവൻ്റെ തിരുമുഖം ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ കാണിക്കുന്നു. It shows the Holy Spirit. The face of God shows the Holy Spirit. So through the Holy Spirit, the Lord gives us both the grace and the peace to bless us and to keep us. All those who have experienced this anointing of the unction of the Spirit of God all through this week, praise God. Hallelujah. ആത്മാർത്ഥമായിട്ട് മനസ്സാക്ഷിയായിട്ട് ദൈവത്തോട് ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവിൻ്റെ പാസ്റ്റർ ഇന്ന് സംസാരിച്ചതുപോലെ അവൻ്റെ ഹല്ലേലൂയ അത്യുന്ന ശക്തിയെ ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ അനുഭവിക്കുവാൻ ആമേൻ കഴിഞ്ഞവർ എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താകട്ടെ. കർത്താവ് നമുക്ക് കൃപ നൽകി അവൻ നമുക്ക് കാക്കുന്നു. ആമേൻ. നമ്മെ അനുഗ്രഹിക്കുന്നു. അവൻ നമുക്ക് സമാധാനം നൽകി നമ്മെ കാക്കുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. He giveth grace and he blesses us. He giveth peace and he keeps us. And by the anointing of the Holy Spirit of God, that he makes us to shine every day, that we may be safe in his hands. Hallelujah. Praise the Lord. പഴയ നിയമത്തിൽ ആമേൻ. പ്രൈസ് ഗോഡ് ദൈവത്തിന്റെ തിരുമുഖത്തെ കണ്ട് ഓടിയ ഒരു വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തിയിൽ തന്നെ ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. Adam and Eve went running from the face of God. But in the book of Revelation we read in 22 chapter 4 that they were beholding the face of God. ഏത് തിരുമുഖത്തെ വിട്ടു ഓടിയോ ആ തിരുമുഖത്തെ ദർശിക്കുവാൻ എന്നേക്കും ദർശിക്കുവാൻ ദൈവസഭയ്ക്ക് ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ഹല്ലേലൂയ അനുകൂലമാക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഈ തിരുമുഖത്തെ കാണാൻ ആമേൻ. പ്രൈസ് ഗോഡ് ആർക്കും കഴിയത്തില്ല. സ്വർഗത്തിൽ ആർക്കും കഴിയത്തില്ല. പുതിയ ഭൂമിയിലുള്ളവർക്ക് കാണാൻ കഴിയത്തില്ല. അവർക്ക് സ്വർഗരാജ്യത്തെ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. പുതിയ ആകാശത്തിലുള്ള പഴയ നിയമത്തെ വിശുദ്ധന്മാർക്ക് ആമേൻ. പ്രൈസ് ഗോഡ് അവർ ദൈവസാന്നിധ്യം ഉണ്ട്, പുതിയ യെരൂശലേം ഉണ്ട്, സിയോൻ ഉണ്ട് എന്ന് കാണാനിടവരും. എന്നാൽ ദൂതന്മാരും സെറാഫിന്മാരും കേരുവിന്മാരും എല്ലാവരും മുഖം മറച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുമുഖത്തെ കാണാൻ ഒരേ ഒരു കൂട്ടർ മാത്രമേ ഈ ലോകത്തിൽ അനുവാദമുള്ളൂ. സ്വർഗത്തിൽ വസിക്കുന്ന യേശു ക്രിസ്തുവോട് കൂടെ വസിക്കുന്ന അവൻ്റെ നിർമ്മല കണ്ണുകയാകിയ ദൈവസഭയാകും മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. The only one people who group of people who see the face of God will be the bride of Christ. Praise God. എന്നാൽ ആമേൻ. പ്രൈസ് ഗോഡ് ഇന്ന് ആമേൻ. പ്രൈസ് ഗോഡ് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് തിയറി എടുത്തിട്ട് നിങ്ങളെ ആമേൻ. പ്രൈസ് ഗോഡ് ഐ എൻകറേജ് യു ടു ഗോ ആൻഡ് ഡു ദ പ്രാക്ടിക്കൽ അറ്റ് ഹോം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വീട്ടിൽ പോയി ചെന്ന് അത് പ്രാക്ടിക്കൽ തുടങ്ങാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കാറിൽ ഏറുമ്പോൾ തന്നെ
പ്രൈസ് ഗോഡ് ഇവിടുന്ന് കാർ പാർക്കിൽ നിന്ന് കാർ എടുക്കുമ്പോൾ തന്നെ അതിന് പ്രൈസ് ഗോഡ് അതിനെ അനുഭവിക്കുവാൻ കഴിയണം. ആമേൻ. പ്രൈസ് ഗോഡ്. ഒരു വചനം വായിക്കാം. ആമേൻ. പ്രൈസ് ലോർഡ്. യോഹന്നാൻ 7:38. John 7:38. One person English, one person Tamil. He that believeth on me, as the scripture had said, out of his belly shall flow rivers of living water. Amen. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. Praise the Lord. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരേ ഒരു നദി പോലെ നമ്മുടെ മേൽ പാഞ്ഞു വരുന്നു, നമ്മുടെ ഉള്ളത്തെ നിറയ്ക്കുന്നു, നമ്മൾ തങ്ങി വസിക്കുന്നു. The Holy Spirit comes in us as a one river, but out of us, out of our belly, there's flowing a rivers of living water that springs up. Amen. Praise God. ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നദികൾ കാണുമെന്ന് അല്ല പറയുന്നത്, നദികൾ ഒഴുകുമെന്നാണ് പറയുന്നത്. അപ്പോൾ these living waters flow out of each and every one of us, and they flow out through our mouth. I mean, praise God, when we express the heavenly language. അന്യ ഭാഷ എന്നുള്ള വാക്കിനെ, അൺനോൺ ടങ് എന്നുള്ള വാക്കിനെ, ഐ മീൻ ഗ്രേക്ക് ഭാഷയിൽ അവർ അൺനോൺ ടങ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയപ്പോൾ അതിനെ ഹിബ്രു ജൂസ് മെസ്സിയാനിക് ആൾക്കാർ അതിനെ വീണ്ടും ഹെബ്രയിലേക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവർ ഇട്ട വാക്ക്, ഹിബ്രു വാക്ക് ലെഷോൻ ഈഷ് എന്നുള്ള വാക്കാണ്. ലെഷോൻ ഈഷ് എന്നാൽ അതിൻ്റെ അർത്ഥം എന്നാൽ പറഞ്ഞാൽ ആമേൻ പ്രൈസ് ഗോഡ് അഗ്നി ഭാഷ എന്ന അർത്ഥമാണ്. ഫയർ ടങ്സ് എന്നാണ് അർത്ഥം. അൺനോൺ ടങ്സ് അല്ല, ഫയർ ടങ്സ് ആണ്. ഈ ടങ്സിനാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതരങ്ങൾ തുറന്ന് കർത്താവിനോട് അന്യഭാഷയിൽ സംസാരിക്കുന്ന ദൈവ പൈതലിന് ആമേൻ പ്രൈസ് ഗോഡ് അവരുടെ ജീവിതത്തിൽ എല്ലാം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ആരാധനയിൽ മാത്രമല്ല, ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ തന്നെ അന്യഭാഷയിൽ സംസാരിക്കാൻ ഒരു മടിയും കാണിക്കരുത്. മണിക്കൂർ സംസാരിക്കുന്ന ദൈവസഭയായിരിക്കണം. ആമേൻ പ്രൈസ് ഗോഡ്. പെന്റക്കോസ്റ്റ് ചേർച്ച് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇച്ചിരി ലോ ആയി. കാരണം ഞാൻ പറയട്ടെ, നമ്മുടെ പെന്റക്കോസ്റ്റ് ചർച്ച് അറിയപ്പെടുന്നത് ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? പാട്ടുകാർ മുഖാന്തരം, പാട്ട് മുഖാന്തരമാണ്. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ സമയത്ത് ചർച്ച അറിയപ്പെടുന്നത് അല്ലേലൂയ കൂട്ടമെന്ന, സ്തോത്രം എന്ന കൂട്ടമെന്ന. എന്നാൽ പെന്തകോസ്തേ ആദിമ നൂറ്റാണ്ട് കാലത്ത് സഭ അറിയപ്പെട്ടത് അന്യഭാഷയിൽ സംസാരിക്കുന്ന സഭയായിരുന്നു. ഇന്ന് ന്യൂ കാസൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഇന്റർനാഷണൽ അറിയപ്പെടുന്നത് പാട്ട് മുഖാന്തരമല്ല, അല്ലേലൂയ സ്തോത്ര മുഖാന്തരമല്ല, അന്യഭാഷയിൽ സംസാരിക്കുന്നവരായ മുഖാന്തരം. പ്രൈസ് ഗോഡ്. എൻ്റെ കൂടെ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. ഒരു മിനിറ്റ് ഹല്ലേലൂയ അന്യഭാഷയിൽ സംസാരിക്കുവാൻ. ആമേൻ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വീകരിക്കുവാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത് മനുഷ്യരല്ലാതെ അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. He that speaketh in tongues speaketh unto God and not unto man. Let's open our mouth and speak in the heavenly language, amen, which the Lord has given us with the unction of the Spirit of God. Rakatala ragabadana shanda ragabadina madirabala ragabachana yo uda ragabadina madirabala ragabachana Sagarabadina Madira Balabaraba Tirabala Balabalam Karabalabana Shandurbiam Prabadala Vaidagarakshagana Judas Manahara Divala O Rabba Shandurbiam Prabadala Vaidagarakshagana Judaka Tia Karabala Shanda Ragabadina Madirabala Ragabachanayo Uda Ragabadina Madirabala Rajanayo. Amen. Praise the Lord. Hallelujah. Sorgatani ini vere kodupan kadiyatella. There's no more heaven has to give. The heaven has given the best unto you and me. Sorgam namukku ഏറ്റവും വിലയുള്ള ആമേൻ പ്രൈസ് ഗോഡ് ഒരു സമ്പത്താണ് നൽകിയത്. അത് പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകമാണ്. ആമേൻ പ്രൈസ് ഗോഡ്. നമ്മെ വിട്ട് നീങ്ങാത്ത അഭിഷേകം, നമ്മെ എപ്പോഴും വ്യാപരിക്കുന്ന അഭിഷേകം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സമാധാനം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ ആത്മാവിനെ എപ്പോഴും മഹത്വീകരിക്കുവാൻ മടി കാണിക്കത്തില്ല. ആമേൻ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ നദികളെ കുറിച്ച് ആമേൻ പ്രൈസ് ഗോഡ് വേഗം ചിന്തിക്കുവാൻ കർത്താവ് നമുക്ക് സഹായിക്കട്ടെ. ഉൽപ്പത്തി രണ്ടാമത്തെ അധ്യായം കേട്ട ഉപദേശമാണ്. വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. ഉൽപ്പത്തി രണ്ടാമത്തെ അധ്യായം 10 from 10 verse 14. Genesis chapter 2 verses 10 to 14.
Praise the Lord. Hallelujah. ഈ 4 നദികളും ഏതിൽ നിന്ന് പുറപ്പെടുന്ന അല്ലെങ്കിൽ ഒഴുകുന്ന ഒരു നദികളിലായിട്ടാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് ആ നദികളിൽ പലതും ഇപ്പോൾ ഇല്ല, പലതും വറ്റിപ്പോയി. ആമേൻ, പ്രൈസ് ഗോഡ്, ഇപ്പോൾ ഇല്ല. എന്നാൽ ആമേൻ, പ്രൈസ് ഗോഡ്, ഏദൻ എന്നുള്ള സബ്ജക്റ്റ് വിഷയം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. The word Eden stands for the presence of God. അത് ഭയങ്കര സബ്ജക്റ്റാണ്, അതേക്കുറിച്ച് ഇപ്പോൾ പോകണ്ട. ദൈവത്തിൻ്റെ സാന്നിധ്യം ഒഴുകുന്ന ആ നദിയിൽ, അവിടെ ഒരു നദി ഒഴുകുന്നു, ആ നദി 4 പിരിയുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ ഉള്ളിലും പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകം ഒഴുകുമ്പോൾ അത് ജീവജലത്തിൻ്റെ നദികളായി ഒഴുകുന്നു. ആമേൻ. ഫസ്റ്റ് ആർട്ടിന് അതിൻ്റെ ബൈസോൺ എന്ന പേരാണ്. The name of the first river is called Bison. The meaning of the word Bison in Hebrew language is the extension of the mouth. വാ ഇങ്ങനെ വലുതായിക്കൊണ്ടേ പോകുമല്ല, പകരം വായുടെ ശബ്ദം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. The extension of the mouth എന്നാണ് അതിൻ്റെ അർത്ഥം. ആമേൻ, പ്രൈസ് ഗോഡ്. അതിന് ആധാരമായി ആമേൻ സങ്കീർത്തനം 81:10 വായിക്കാം. Psalms 81 verse 10. Praise the Lord. നിന്റെ വാ വിസ്താരത്തിൽ തുറക്കുക. ഫസ്റ്റ് കാര്യം കർത്താവ് ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നദി നമ്മുടെ മേൽ ഒഴുകുമ്പോൾ വ്യാപരിക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെ വാ വിസ്താരത്തിൽ തുറക്കുക. പ്രൈസ് ഗോഡ്. അതിനെ കർത്താവ് നിറയ്ക്കും. നമ്മുടെ വാ നന്മ കൊണ്ട് നിറയ്ക്കുന്ന ദൈവം നമ്മുടെ യൗവനം പുതുക്കുവാൻ തക്കവണ്ണം കഴുകന്മാരെ പോലെ ഹല്ലേലൂയ നമ്മെ പുതുക്കുന്ന ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് ചോദിച്ചാൽ വാ വിസ്താരത്തിൽ തുറക്കുമ്പോഴാണ്. Praise the Lord. Hallelujah. പെന്തക്കോസ്തേ അനുഭവമുള്ളവർ വാ തുറന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. റകതല റഗബദന കതറഗല റഗബജനമ സണ്ടറഗബദിയ. ബിസോൻ എന്ന പേരിന് ആമേൻ, പ്രൈസ് ഗോഡ്, വേറൊരു ഹിബ്രു അർത്ഥമുണ്ട്. അതിന് അർത്ഥം ചേഞ്ച് ആണ്, മാറ്റമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ മാറ്റം എപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ചാൽ വാ വിസ്താരത്തിൽ തുറക്കുമ്പോഴാണ്. ആമേൻ, പ്രൈസ് ഗോഡ്. പലർക്കും ഇന്ന് പ്രാർത്ഥന വിഷയങ്ങൾ ആമേൻ, പ്രൈസ് ഗോഡ്, ദൈവത്തോട് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അതരങ്ങളിൽ വ്യാപരിക്കാത്തത് കൊണ്ടാണ്. അന്യഭാഷയിൽ സംസാരിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ ശീലിച്ചവർക്ക് പ്രാർത്ഥിക്കാൻ ഒരു മടിയും കാണത്തില്ല. അവർ മണിക്കൂറിൽ പ്രാർത്ഥിക്കും. കാരണം അവരുടെ അതരങ്ങളിൽ എപ്പോഴും അന്യഭാഷ അല്ലെങ്കിൽ തീ ഭാഷ, അഗ്നിഭാഷ ഉണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ബിസോൺ എന്നുള്ള ആറ്റിൽ ആമേൻ, പ്രൈസ് ഗോഡ്, കുറേ അനുഭവങ്ങളുണ്ട്. ഒന്ന്, പ്രൈസ് ഗോഡ്, അവിടെ ഗോൾഡ് ഉണ്ട്. പ്രൈസ് ഗോഡ്. ഗോൾഡ് ആത്മീക അർത്ഥത്തിൽ ചോദിച്ചാൽ റൈച്ചസ്നെസ് എന്നാണ് അർത്ഥം, ദൈവത്തിൻ്റെ നീതി എന്ന അർത്ഥം. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ സ്യൂട്ടബിൾ പേഴ്സൺ. ഹീബ്രു ലാംഗ്വേജിൽ അതിൻ്റെ അർത്ഥം സ്യൂട്ടബിൾ പേഴ്സൺ, സ്വർഗത്തിന് കൊല്ലാവുന്നവരായി തീർന്ന. പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, മറ്റവർക്ക് ഉപദേശിക്കുന്നവൻ ഞാൻ കൊല്ലെടുത്തവത്തനായി തീരാതിരിപ്പാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. അപ്പോൾ പൗലോസിൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ കൊല്ലാവുന്നവനായി തീരണം. He wants to be a suitable person in the hands of God. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളും ഞാനും ഒരു suitable person ആവണം. ദൈവം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു. പൗലോസിനെ ദൈവം ട്രസ്റ്റ് ചെയ്തു. വചനം പറയുന്നു, I thank the Lord who hath enabled me and counted me faithful and put me into the ministry. ദൈവമാണ് നിങ്ങൾ ശുശ്രൂഷലാക്കുന്നത്. Praise the Lord. It is the Lord who puts you in the ministry. So first experience ദൈവത്തിൻ്റെ നീതി നിങ്ങൾ കാണണം. അതിന് വാ വിസ്താരത്തിൽ തുറക്കണം. അവനോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. പ്രൈസ് ഗോഡ്. 2, ഐ മീൻ, പ്രൈസ് ഗോഡ്, അവിടെ ഡീലിയം ഉണ്ട്. ഡീലിയം എന്ന ഹീബ്രു മീനിങ് ഗ്രേറ്റ് വാല്യൂബിൾ തിങ്. ഗ്രേറ്റ് വാല്യൂബിൾ തിങ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളും ഞാനും ഒരു സാധാരണമായ പാത്രമല്ല, ഒരു മാനമുള്ള പാത്രമാണ്. ദൈവത്തിൻ്റെ കരത്തിൽ മാനമുള്ള പാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലോകത്തിൽ ഏറ്റവും വിലയുള്ളതാണ്. അത് ലോകത്തിന് മേടിക്കുവാൻ കഴിയത്തില്ല. നിങ്ങളും ഞാനും ഹീനപാത്രമായിരുന്നു നമ്മെ അവൻ്റെ കരങ്ങളിൽ മാനപത്രമായി മാറ്റി അവൻ്റെ കരങ്ങളെടുത്ത് ഉപയോഗിച്ച് അവൻ്റെ ശുശ്രൂഷയിലാക്കിയിരിക്കുന്നു. അതിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. 3, അവിടെ ഓണിക്സ് സ്റ്റോൺ ഉണ്ട്. മലയാളത്തിൽ എങ്ങനെയാണ്? Praise God. Hallelujah. What is the specialty about the onyx stone is it has onyx stone. One of the stones is the priests wear it when they come to the most holy place. I mean, praise God.
ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഒരു പേർ അത് പേരിൽ അത് ഓണിക് സ്റ്റോണിൽ ഉണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ നിങ്ങളും ഞാനും മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിൻ്റെ പ്രൈസ് ഗോഡ് ബ്രസ്റ്റ് പ്ലേറ്റിൽ എഫോദിലല്ല, പകരം അവൻ്റെ കരത്തിലാണ് നമ്മൾ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, that we are, that God keeps the lightning in his hands. ദൈവത്തിൻ്റെ കരത്തിൽ മറയ്ക്കുന്ന ഒരു വേറെ വിഷയം നിങ്ങളല്ല, നമ്മളല്ലാതെ, apart from us, God keeps something else in his hands, and that is the lightning he keeps. So each and every one of us are supposed to be lightnings in the hand of God. God wants to use you mightily. God doesn't want to use you, but he wants to use you mightily. Praise be to God's holy name. Praise God. God wants each and every one of you to be a center of attraction in every service, in every meetings of the Lord. Praise be to God's holy name. Hallelujah. അപ്പോൾ ഈ ബിസോൻ എന്നുള്ള അല്ലെങ്കിൽ വിസ്താരത്തിൽ തുറക്കുന്ന ഒരു അനുഭവത്തിൽ അവിടെ നീതി ഉണ്ട്, അവിടെ ഗ്രേറ്റ് വാല്യുബിൾ തിങ് ഉണ്ട്. അത് മാത്രമല്ലാതെ ലൈറ്റ്നിങ് ഉണ്ട്. ഗോഡ് യൂസസ് യു ആസ് എ ലൈറ്റ്നിങ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗാഡ്. ആമേൻ. പ്രൈസ് ഗോഡ്. രണ്ടാമത്തേത് ഗിഹോൻ എന്നുള്ള ആരാണ്? ഗിഹോൻ എന്നുള്ള വാക്കിന് അർത്ഥം വാലി ഓഫ് ഗ്രേസ് ഓർ ഫൗണ്ടൻ ഓഫ് ഗ്രേസ് എന്ന അർത്ഥം. കൃപയിൻ്റെ ഊറ്റ്. ഫൗണ്ടൻ എന്നാ പറയുന്നത് മലയാളത്തിൽ? ഉറവ്. കൃപയിൻ്റെ ഉറവാണ്. അതാണ് ഗിഹോൻ എന്ന വാക്കിന് അർത്ഥം. നിങ്ങളും ഞാനും എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന വേറെ ഒരു റിവർ ഉണ്ട്, നദി ഉണ്ട്. ജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് പറയുമ്പോൾ ആ വേറെ ഒരു നദി കൃപയിൻ്റെ ഉറവാണ്. പ്രൈസ് ഗോഡ്. നിങ്ങളും ഞാനും ദൈവത്താൽ വിളിക്കപ്പെട്ട ശ്രേഷ്ഠമേറിയ കൃപ പ്രാപിച്ചവരാണ്. ദാവീദിന് ദൈവം നൽകിയത് മാറാത്ത കൃപയാണെങ്കിൽ നമുക്ക് ദൈവം നൽകിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. പ്രൈസ് ഗോഡ്. ഈ വചനത്തെ ആധാരമായിട്ട് പ്രൈസ് ഗോഡ് 1 രാജാക്കന്മാർ 1 Kings chapter 1 verse 33. 1 Kings chapter 1 verse 33. 6 o'clock ആയി. രാജാവ് അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങളുടെ യജമാനന്റെ ഭൃത്യന്മാരെ കൂട്ടിക്കൊണ്ട് എന്റെ മകനായ ശലോമോനെ എന്റെ കോപക്കഴുതപ്പുറത്ത് കയറ്റി താഴെ ഗീഹോണിലേക്ക് കൊണ്ടുപോകുന്നു. എന്തിനാ പറയുന്നത്? Because Gihon is a place where kings are being anointed. Generally, Gihon is a place where kings are anointed. Gihon is a river. It just flows at the back of the Temple Mount. ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ടിൻ്റെ പുറയിലാണ് ഈ ഗിഹോൻ. ആ ഗിഹോൻ ആറ്റിലാണ് രാജാക്കന്മാരെ കൊണ്ടുപോയി അഭിഷേകിക്കുന്നത്. ദാവീദിനെ കൊണ്ടുപോയി അഭിഷേകിച്ചത് അവിടെയാണ്. എല്ലാ രാജാക്കന്മാരെയും കൊണ്ടുപോയി അഭിഷേകിക്കുന്ന അവിടെയാണ്. ആ രാജാക്കന്മാർ അഭിഷേകിക്കുന്ന ഗിഹോൻ റിവറിൽ സാലമോനെ കൊണ്ടുപോയി അനുഗ്രഹിച്ചു. സാലമോന് എതിരായിട്ട് 2 പേരുണ്ടായിരുന്നു. സാലമോൻ റിക്വസ്റ്റ് ഒന്നും പറഞ്ഞില്ല ദാവീദോട് രാജാവാകണമെന്ന്. എന്നാൽ പ്രൈസ് ഗോഡ്, സാലമോൻ്റെ എതിരായിട്ട് ബ്രദർ ജിബി ബ്രദർ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. അദോനിജ ആൻഡ് അബ്സലോം 2 പേരാണ് സാലമോൻ്റെ എതിരായിട്ട് സാലമോന് മുൻപ് രാജാവാകുവാൻ വേണ്ടി അവർ ശ്രമിച്ചത്. വായിക്കാമോ? അവിടുത്തെ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അവിടുത്തെ കൃപയില്ലായിരുന്നു. They didn't have the grace, but they had the strategy. Praise God. 2 സാമുവേൽ 15:1 വായിക്കാമോ? Sister, thank you. He had chariots, he had horses, and he had 50 men to run before him. 50 പേർ തൻ്റെ മുമ്പിൽ ഓടുവാണ്ടിയാക്കി. അതിൻ്റെ പശ്ചാത്തലം എന്നാ അറിയാമോ? 50 പേര് പറഞ്ഞാൽ 50 പറഞ്ഞ സാധാരണ കാര്യമാണ്. എന്നാൽ 50 പേർ ഓരോരുത്തരുടെ കീഴെയും താഴെയും 1000 പേർ കാണും. എന്നാൽ ടോട്ടൽ 50,000 ആണ്. അങ്ങനെ 50 പേര് ദാവീദിൻ്റെ കൂടെ അങ്ങനെ ഓടുന്നവർ 2 പേരെ അല്ല 3 പേരേ ഉള്ളൂ, കൂടുതലില്ല. ദാവീദിനെ 2 പേരേ ഉള്ളൂ. അത്ര വേഗം ഓടുന്നവർ 50 പേരുണ്ടായിരുന്നു. അവരുടെ സ്ട്രാറ്റജി എന്നാണെന്ന് അറിയാമോ? എങ്ങനെയാണ് ഓടുന്നതെന്ന് അറിയാമോ? പ്രൈസ് ഗോഡ്. അവർ ഓടുമ്പോൾ അവരുടെ തൈ മസിൽസ് ഒട്ടാൻ പാടില്ല. അതുകൊണ്ട് അവർ ഓപ്പറേഷൻ ചെയ്ത് ആ മസിൽസ് എടുത്ത് കളയും. ഓടുമ്പോൾ അവർ സ്പീഡ് ഓടാൻ വേണ്ടി ആ തൈ മസിൽസ് ഫ്രിക്ഷൻ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, റബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡ് മസിൽസ് കട്ട് ചെയ്ത് കളയും. പിന്നെ കാലിൻ്റെ പാദങ്ങൾ അവർ മുറിച്ച് പിച്ചാത്ത് കൊണ്ട് വിത്ത് എ നൈഫ് they will make a sharp cut
and they will make time to heal the soul. അത് സോൾ ഹീലാവുമ്പോൾ അവർ വീണ്ടും കട്ട് ചെയ്യും മറ്റടുത്ത്. അങ്ങനെ കട്ട് ചെയ്ത് ഹീലായി അവരുടെ സോൾ ഹാർഡാകും. അവർ സോൾ ഹാർഡായി കഴിഞ്ഞാൽ അവർക്ക് കല്ലുകളിലും പാറകളിലും മുള്ളുകളിലും എവിടെ വേണമെങ്കിലും സ്പീഡ് ഓടാം. ആ സോളിന് ചപ്പൽ ആവശ്യമല്ല, സ്ലിപ്പർ ഷൂ ഒന്നും ആവശ്യമല്ല, വെറും ബെയർ ഫുട്ടിൽ അവർക്ക് ഫാസ്റ്റായിട്ട് ഓടാം. അങ്ങനെയുള്ള ഒരു 50 പേരുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. തീർന്നില്ല. ഈ സെയിം സ്ട്രാറ്റജി അദോനിയാവ് യൂസ് ചെയ്തു. വായിക്കാം 1 രാജാക്കന്മാർ 1 അധ്യായം, chapter 1, Kings chapter 1, chapter verse 5. Then Adonijah, the son of Haggith, exalted himself, saying, I will be king. And he prepared him chariots and horsemen and 50 men to run before him. അബ്സലോം ചെയ്ത അതേ കാര്യം അദോനിജ ചെയ്തു. 2 പേരും സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ സലോമോൻ ഇത് ഒന്നും ഉപയോഗിച്ചില്ല. സലോമോൻ്റെ മുൻപിൽ ഗിഹോൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അവനെ രാജാവാക്കുവാൻ വേണ്ടി എത്ര പേര് വന്നു അറിയോ പിക്ചറിലെ? നാഥാൻ വന്നു, ബത്ശേബ വന്നു, പ്രൈസ് ഗോഡ്, പ്രവാചകന്മാർ, പുരോഹിതന്മാർ എല്ലാവരും വന്ന് അവനെ രാജാവാക്കുന്നവരെ പ്രൈസ് ഗോഡ് ദൈവത്തിൻ്റെ കൃപ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്കും എനിക്കും വേണ്ടത് സ്ട്രാറ്റജി അല്ല, ദൈവത്തിൻ്റെ കൃപയാണ് വേണ്ടത്. കൃപയുടെ ഉറവ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ കഥ നൽകിയിരിക്കുന്നു. വെറുതെ പ്രൈസ് ഗോഡ് 2 പാട്ട് പാടി അന്യഭാഷയിൽ സംസാരിച്ച് മിനിറ്റ് കൊണ്ട് തീർന്നല്ല അഭിഷേകം. അത് ദിവസം തോറും മണിക്കൂറുകൾ സംസാരിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. 3-ാമത്തെ ആറ്റിലേക്ക് വരാം. പ്രൈസ് ഗോഡ്. ഹിദക്കേൽ. പ്രൈസ് ഗോഡ്. ഹിദക്കേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹീബ്രു മീനിങ് റാപ്പിഡ് എന്നാണ് അർത്ഥം. റാപ്പിഡ് എന്ന് പറഞ്ഞാൽ വേഗം സംഭവിക്കുന്ന കാര്യം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ജീവജലത്തിൽ നദികളായി ഒഴുകുമ്പോൾ കാര്യം വേഗത്തിൽ നടക്കും. പ്രൈസ് ഗോഡ്. സംഭവിക്കുന്ന കാര്യങ്ങൾ, പ്രാർത്ഥിച്ച് തീരാത്ത കാര്യങ്ങൾ, പരിശുദ്ധാത്മ പ്രാർത്ഥിച്ചിട്ടും കർത്താവ് മണിക്കൂറുകളിൽ പല നാളുകളിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുമ്പോൾ, അന്യഭാഷയിൽ സംസാരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ഗോഡ് കാര്യങ്ങൾ വേഗത്തിൽ നടക്കും. പ്രൈസ് ഗോഡ്. എപ്പോഴാണ് സംഭവിക്കുന്നത്? ദാനിയേൽ 10-ാമത്തെ അധ്യായം അതിന് 4-ാമത്തെ വാക്യമോ അതിൻ്റെ 12-ാമത്തെ വാക്യമോ വായിക്കാം. ദാനിയേൽ chapter 10 verses 4 and 12. പ്രൈസ് ഗോഡ്. ഹിദക്കേൽ ദാനിയേൽ പ്രാർത്ഥിക്കുന്ന കാണാം. 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ പ്ലീസ്. ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹിദക്കേലിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഹിദക്കേലിൽ നദി ഒഴുകുമ്പോൾ പ്രാർത്ഥന 1 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇല്ല, പ്രാർത്ഥിക്കുന്ന മുതൽ ദിവസം ആദ്യ ദിവസം തന്നെ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും, മറുപടി നൽകാൻ തുടങ്ങും. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ഗോഡ്. ഹിദക്കേലിന്റെ നദി ഒഴുകുമ്പോൾ റാപ്പിഡ്ലി തിങ്സ് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, മലയാളത്തിൽ പ്രാർത്ഥിക്കുന്ന മാറ്റിവെക്കുക കുറച്ചു നേരം. പ്രൈസ് ഗോഡ്. ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുന്ന മാറ്റിവെക്കുക. പ്രൈസ് ഗോഡ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് സമയമെടുക്കുന്ന ദൈവസഭയോട് പ്രൈസ് ഗോഡ് വേഗത്തിൽ കാര്യം നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. പ്രാർത്ഥനയെ തുടങ്ങുന്ന അന്ന് തന്നെ, അപ്പോൾ തന്നെ കർത്താവ് മറുപടി നൽകാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രൈസ് ഗോഡ് കരം നമ്മോട് കൂടെ ഉണ്ടായിരിക്കുന്നു. ലാസ്റ്റ് റിവർ യൂഫ്രേറ്റസ് ആണ്. റിവർ യൂഫ്രേറ്റസ് പ്രൈസ് ഗോഡ് അതിൻ്റെ ഹീബ്രു മീനിങ് ബ്രേക്ക് ഫോർത്ത് എന്നാണ്. ബ്രേക്ക് ഫോർത്ത്. പല കാര്യങ്ങൾ പ്രൈസ് ഗോഡ് നിങ്ങളുടെ മുൻപിൽ തടസ്സങ്ങളായി കാണപ്പെടാം. It might be like a barrier. In that barrier there will be a break forth because of the anointing. The Bible says the anointing that breaks the yoke. നുകത്തെ മുറിക്കുന്ന അഭിഷേകം എന്നാണ് അഭിഷേകത്തിൻ്റെ പേര്. അപ്പോൾ നുകങ്ങൾ മുറിക്കപ്പെടുന്നത് അഭിഷേകത്തിലാണ്, ബ്രേക്ക് ഫോർത്തിലാണ്. യൂഫ്രേറ്റിസ് റിവറിൻ്റെ വേറൊരു ബ്ലെസ്സിങ് പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി 15-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം മാത്രം വായിക്കാം. 15-18 മാത്രം വായിക്കാം. ഫിനിഷ് ചെയ്യാം. യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനീസ്യർ,
ഏദനിൽ ഒഴുകുന്ന ആ നദികൾ, ഫസ്റ്റ് നദി ബിസോൺ നദിയാണ്. ആ ബിസോൺ നദിയാണ് വേദ പണ്ഡിതന്മാർ അവർ വ്യാഖ്യാനിച്ചിരിക്കുന്ന that's nothing but the river Nile, river Egypt. The Bison river is river Nile. So river Bison തൊട്ട് യൂഫ്രട്ടീസ് വരെ. എന്നാൽ ഏദനിൽ ഒഴുകുന്ന നദി പോൽ തന്നെ ഇവിടെയും കർത്താവ് വാക്ക് പറയുന്നു, ഏദനിൽ എങ്ങനെ ബിസോൺ തുടങ്ങി ഐഫ്രാത്ത് വരെ ഒഴുകുന്നുവോ, പ്രൈസ് ഗോഡ്, യൂഫ്രട്ടീസ് വരെ ഒഴുകുന്നുവോ, അതുപോലെ ഈ കാനാൻ ദേശത്തിൽ ബിസോൺ തുടങ്ങി ഐഫ്രാത്ത് വരെ പ്രൈസ് ഗോഡ് ഇരിക്കുന്ന വാഗ്ദത്തങ്ങൾ ദേശങ്ങളെല്ലാം നിനക്ക് വാഗ്ദത്തമായി നൽകാം എന്ന് പറഞ്ഞാൽ, യൂഫ്രട്ടീസ് മീൻസ് ഫുൾഫിൽമെന്റ് ഓഫ് ഗോഡ്സ് പ്രോമിസ് ടുവേർഡ്സ് ഏബ്രഹാം. സോ അബ്രഹാമിൻ്റെ സകല അനുഗ്രഹങ്ങൾ നമുക്ക് വരണമെങ്കിൽ വാഗ്ദത്തങ്ങളുടെ നിവൃത്തി, അനുഗ്രഹങ്ങളുടെ നിവൃത്തി യൂഫ്രട്ടീസ് ആണ്. ദൈവത്തിൻ്റെ പ്രൈസ് ഗോഡ് കരം നമ്മുടെ മേൽ ഉണ്ടായിരിക്കുമെങ്കിൽ അനുഗ്രഹത്തിൻ്റെ ഫുൾഫിൽമെൻറ്റിലേക്ക് ദൈവം നമ്മൾ കൊണ്ടുവരും. അതാണ് യൂഫ്രട്ടീസ്. സോ ബിസോൺ എന്നാൽ എൻലാർജ്മെൻറ്റ് ഓഫ് മൗത്ത്, ഗിഹോൻ എന്നാൽ ഫൗണ്ടൻ ഓഫ് ഗ്രേസ്, ആൻഡ് ഹിദക്കേൽ മീൻസ് റാപ്പിഡ്, ആൻഡ് യൂഫ്രട്ടീസ് മീൻസ് ഫുൾഫിൽമെൻറ്റ് ഓഫ് ഗോഡ്സ് പ്രോമിസ്. എത്ര പേർക്ക് നദി ഒഴുകണം? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാമോ? പ്രൈസ് ഗോഡ്. വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്ന് ജലത്തിൽ നിന്ന് നദികൾ ഒഴുകട്ടെ. പ്രൈസ് ഗോഡ്. ഈ ആഴ്ച തന്നെ പ്രൈസ് ഗോഡ് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവം പ്രൈസ് ഗോഡ് നമ്മൾ പാടിയതുപോലെ ഇസഹാക്കിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി 100 മേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. പുതിയ നിയമത്തിൽ വായിക്കുന്നു, 30 അല്ല 60 100 മേനിയായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? കരങ്ങൾ ഉയർത്തി നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? അന്യഭാഷ അഭിഷേകം പ്രാപിച്ചവർ, പരിശുദ്ധാത്മാ അഭിഷേക സ്നാനം പ്രാപിച്ചവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാമോ? ഒരു മിനിറ്റ്. I request you 1 minute to pray in tongues. Hallelujah. Rakatala ragabadina, katala ragabadanama, shakta ragabadina, madirabala ragabajanama, udaragabadina, madirabala ragabajanama, sagaragadina, madirabala ragabajanayo, udaragabadina, madirabala ragabajanama, shagarabadina, madirabala ragabajanama, sandaragabadina, madirabala ragabajanayo, udaragabadina, madirabala ragabajanama, shagarabadina, madirabala ragabajanama, shaktara dira kabala tara Odara Sandara Kabala Chudara Mahana Kabala Rikana Raga Shana Diga Laba Kaba Dira Tura Kaba Laga Bara Chava Sada Di Hakira Padini Bakira Balgane Balsano Babna Rishana Badira Bankale Rabali Tadara Kabala Chabala Udala Gabala Dibala Jabala Eshwina Digara Mullan Namatil Hallelujah Parshati Atmavina Abhishegam Ivada Bible Vyabarikite Deva Sabai Abhishegam Vyabarikite ജീവജലത്തിൽ നദികൾ ഒഴുകട്ടെ യേശുവിൻ നാമത്തിൽ. അവിടെ ഹല്ലേലൂയ, അവിടെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് അവിടെ പാനപാത്രം നിറഞ്ഞ് കവിയുമാറാകട്ടെ കർത്താവേ. ഹല്ലേലൂയ. Sagarabadini Madira Balaragabachana, Mahudaragabadini Madira Balaragabajanama, Sagarabadina Madira Balaragabajanama, Ragabadini Madira Balaragabajanama, Sandaragabadini Madira Balaragabajanama, Sagarabadini Madira Balaragabajanayo, Daragabadini Madira Balaragabajanama, Sagarabadini Madira Balaragabajanayo. Hallelujah, hallelujah, hallelujah. Praise the Lord. പരിശുദ്ധ ആത്മാവേ ഹല്ലേലൂയ. അങ്ങയുടെ ശക്തി പ്രൈസ് ഗോഡ് ഞങ്ങൾക്ക് പ്രൈസ് ഗോഡ് ഇന്നും അധികമായി നൽകണമേ. പ്രൈസ് ഗോഡ് ഞങ്ങളുടെ പാനപാത്രം നിറഞ്ഞ് കവിയുവാൻ തക്കവണ്ണം ഞങ്ങൾ മറ്റവർക്ക് ഒരു മാനമുള്ള ഒരു പാത്രമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ തീരുവാൻ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അങ്ങയുടെ അത്യുന്നത ശക്തി ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഓരോ അതരങ്ങളിലും വ്യാപരിക്കട്ടെ. അവരുടെ വായു വിസ്താരത്തിൽ തുറക്കുമ്പോൾ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ.
Father in heaven, we come to you in Jesus' precious name. Into your hands we commit our service, our body of Christ. Into your hands, Lord. Stretch forth your nail-pierced hands and placed upon every one of our head, and bless us, O Lord. As we depart from this place, let the undeparting hand of God be with us, O Master. All through this week, in our job, in our business, in our transactions, in our going out and our coming in, our children's education, let your good hand be with us, O Master. Until we meet next time, let your undeparting grace of God, let the unction of the Spirit of God, പരിശുദ്ധ ആത്മാവിന്റെ അത്യുന്ന ശക്തി ഞങ്ങളുടെ ഉള്ളിൽ ജീവജലത നദികളാ ഒഴുകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരോടും സകല വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രഹസ്യപരവ ഉണ്ടാക്കിയമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാൻ മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ.